Hello everyone, welcome to Dakshina Learnings. Dakshina Learnings in തീം ബേസ്ഡ് ഹിസ്റ്ററി അനാലിസിസിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോള എംപയറും അതുപോലെ തന്നെ വിജയനഗര എംപയറുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്താണ്? ലിറ്ററേച്ചർ ആണ്. ഏൻഷ്യന്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ അതുപോലെ തന്നെ മിഡീവൽ ഇന്ത്യൻ ലിറ്ററേച്ചർ. ഈ രണ്ട് കാലഘട്ടത്തിലെ ലിറ്റററി വർക്ക്സും അതിന്റെ ഓതേഴ്സിനെയും ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു തീം എന്ന് പറയുന്നത് UPSC വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് തീമാണ്. ഈ തീമിൽ നിന്നും വളരെയധികം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് UPSC എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ 1 നമ്മൾ നോക്കുവാണെങ്കിൽ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ ഹാസ് ദ ലവ് സ്റ്റോറി ഓഫ് ദ സൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് ശുംഗ ഡൈനാസ്റ്റി? സ്വപ്നവാസവദത്ത, മാളവിക അഗ്നിമിത്ര, മേഘദൂത, രത്നാവലി എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്താണ്? മാളവിക അഗ്നിമിത്രയാണ്. കാളിദാസന്റെ മാളവിക അഗ്നിമിത്ര, അതാണ് അതിന്റെ ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനും കാളിദാസനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. കാളിദാസൻ എന്താണ്? UPSCയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഓതർ ആണ്, പ്ലേ റൈറ്റ് ആണ്. ഓക്കെ, വിത്ത് റെഫറൻസ് ടു ദ സ്കോളേഴ്സ് ഓർ ലിറ്ററേച്ചേഴ്സ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പാണിനി ഈസ് അസോസിയേറ്റഡ് വിത്ത് പുഷ്യമിത്ര ശുംഗ, അമരസിംഹ ഈസ് അസോസിയേറ്റഡ് with ഹർഷവർദ്ധന, കാളിദാസ is associated with ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കാളിദാസ is associated with ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. ഓക്കെ, പാണിനി നോക്കുവാണെങ്കിൽ പ്രീ മൗര്യൻ ടൈമിലാണ് പാണിനി വരുന്നത്. ഇനി അമരസിംഹ നോക്കുവാണെങ്കിൽ ഹർഷവർദ്ധനയുടെ കാലഘട്ടത്തിലല്ല അമരസിംഹ വരുന്നത്. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 2020 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 2020 ചോദിച്ച ചോദ്യമാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 3, വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ ഭാവഭൂതി, ഹഷ്ടിമല്ല ആൻഡ് ക്ഷേമേശ്വര വിയർ ഫേമസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ഫേമസ് ആയിട്ടുള്ള പ്ലേ റൈറ്റ്സ് ആയിരുന്നു. ഓക്കെ, 2021 UPSC ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യോഗ വസിഷ്ഠ വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ബൈ നിസാമുദ്ദീൻ പാനിപ്പറ്റി ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 4, 2022 ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ UPSC ചോദിച്ചത്. ഇതിന്റെ ആൻസർ വരുന്ന ആരാണ്? അക്ബർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അക്ബറിന്റെ കാലഘട്ടത്തിലാണ് ഈ നിസാമുദ്ദീൻ പാനിപ്പറ്റി എന്ത് ചെയ്യുന്നത്, ഈ ഒരു യോഗ വസിഷ്ഠ എന്നുള്ള ബുക്ക് എന്ത് ചെയ്യുന്നത്, പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സംഘം ലിറ്ററേച്ചർ ഇൻ ഏൻഷ്യൻ സൗത്ത് ഇന്ത്യ ഈസ് കറക്റ്റ്? സംഘം പോയംസ് ആർ ഡിവോയിഡ് ഓഫ് എനി റെഫറൻസ് ടു മെറ്റീരിയൽ കൾച്ചർ. ദ സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വർണ്ണ വാസ് നോൺ ടു സംഘം പോയറ്റ്സ്. സംഘം പോയംസ് ഹാവ് നോ റെഫറൻസ് ടു വാരിയർ എത്തിക്. സംഘം ലിറ്ററേച്ചർ റെഫേഴ്സ് ടു മാജിക്കൽ ഫോഴ്സസ് ആസ് ഇറാഷണൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ദ സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വർണ്ണ വാസ് നോൺ ടു സംഘം പോയിന്റ്സ് എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ UPSC 2022 ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ട്രെൻഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും UPSC എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏരിയയിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇനി 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിറ്റററി വർക്കും അതിന്റെ ഓതറിനെയും ബേസ് ചെയ്തിട്ടാണ് ദേവി ചന്ദ്രഗുപ്ത ബിൽഹണിയ തന്നിരിക്കുന്നത്. ഈ ഒരു പേര് എന്താണ്? തെറ്റാണ് ആക്ച്വലി. ഓക്കെ, ദേവി ചന്ദ്രഗുപ്ത ആരുടെയാണ്? വിശാഖദത്തന്റെ വർക്കാണ് എന്ത്, ദേവി ചന്ദ്രഗുപ്ത. ഇനി ഹമ്മിറ മഹാകാവ്യ ന്യായചന്ദ്ര സൂരി, ഈ ഒരു പേര് ശരിയാണ്. മിലിന്ദ പാനു നാഗാർജുനയല്ല, ആരാണ്? നാഗസേനയാണ്. സോ തേർഡ് പെയർ എന്താണ്? തെറ്റാണ്. ഇനി 4th പെയർ നീതി വാക്യാമൃത ആരുടെയാണ്? സോമദേവ സൂര്യാണ്. ഇത് ശരിയാണ്. ഓക്കെ, അപ്പം ഇതിൽ വരുന്നത് എന്താണ്? only 2 ആണ് ആൻസർ വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ UPSC എപ്പോഴാണ്? 2023 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ 7, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ വർക്ക് അട്രിബ്യൂട്ടഡ് ടു പ്ലേ റൈറ്റ് ഭാസ? ഇത് 2024 UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാവ്യാലങ്കാര, നാട്യശാസ്ത്ര, മാധ്യമ വ്യായോഗ, അതുപോലെ തന്നെ മഹാഭ്യാസ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മാധ്യമ വ്യായോഗ. ഈ മാധ്യമ വ്യായോഗയാണ് ആരുടെ റൈറ്റിംഗ്? ഭാസയുടെ വർക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിന് എന്ത് ചെയ്തിട്ടുണ്ട്, UPSC വളരെയധികം ഇമ്പോർട്ടൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആണ്. അതിൽ നമുക്ക് ഏർലിയസ്റ്റ് സർവൈവിംഗ് ആയിട്ടുള്ള ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് പോയട്രി എന്ന് പറയുന്നത് എന്താണ്? അശ്വഘോഷയുടെ ബുദ്ധചരിതയാണ്. അശ്വഘോഷയുടെ ബുദ്ധചരിതയാണ്. ബുദ്ധനെ കുറിച്ചുള്ള ഒരു വർക്കാണ്. ബുദ്ധന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു വർക്കാണ്. ഇനി ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ നമുക്ക് അറിയാം, ആരുടെയാണ്? രുദ്ര ദമൻ ഫസ്റ്റിന്റെ ആണ്. വെസ്റ്റേൺ ക്ഷത്രപ റൂളർ ആയിരുന്നു ഈ രുദ്രദമൻ ഫസ്റ്റ്. ഡേറ്റഡ് ടു എന്താണ്? CE 150 AD ആണ് ഡേറ്റഡ്. ഇതിനകത്താണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സുദർശന ലേക്കിന്റെ റെസ്റ്റോറേഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഇതാണ് എന്ത്? ഏർലിയസ്റ്റ് സർവൈവിംഗ് എക്സാമ്പിൾ ഓഫ്
കോട്ട്ലി സാൻസ്ക്രിറ്റ് പ്രോസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ തന്നെ നറേറ്റീവ് പോയട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ നറേറ്റീവ് പോയട്രിയിൽ സോമദേവയുടെ ഓഷ്യൻ ഓഫ് സ്റ്റോറി അല്ലെങ്കിൽ കഥാസരിത സാഗരയാണ് ഫേമസ് കളക്ഷൻ ഓഫ് പോപ്പുലർ സ്റ്റോറീസ് ദാറ്റ് ഫീച്ചേഴ്സ് എന്താണ് ഈസി ആൻഡ് ഫൈനസ്റ്റ് വേഴ്സസ് വൺ ഓഫ് ദ മോസ്റ്റ് ഏർലിയസ്റ്റ് വർക്കാണ്. അതുപോലെ തന്നെ കൽഹണയുടെ ക്രോണിക്കിൾ ഓഫ് കാശ്മീർ അല്ലെങ്കിൽ എന്താണ് രാജതരംഗിണി, ഇത് കാശ്മീരിൽ ഉണ്ടായിരുന്ന കുറെ രാജാക്കന്മാരുടെ ഒരു ചെയിൻ ഓഫ് കിങ്സിനെ കുറിച്ചിട്ടുള്ള ഒരു നറേറ്റീവ് പോയട്രി ആണ് എന്ത് കൽഹണയുടെ രാജതരംഗിണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹർഷചരിത ബൈ ബാണഭട്ട, ഹർഷവർദ്ധനിയുടെ ജീവിതവും അതുപോലെ തന്നെ ഭരണത്തെ കുറിച്ചിട്ടൊക്കെ എഴുതിയിരിക്കുന്ന ഒരു നറേറ്റീവ് പോയട്രി ആണ് എന്ത് ഹർഷചരിത. എഴുതിയ ഓതറാണ് ആര് ബാണഭട്ട. അതുപോലെ തന്നെ വിക്രമാങ്ക ചരിത ബൈ ബിൽഹണ, ബിൽഹണയുടെ വർക്കാണ് ഇത് വിക്രമാങ്ക ചരിത. ഇതൊക്കെ എന്താണ് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലെ നറേറ്റീവ് പോയട്രിയുടെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന വർക്കുകളാണ്. ഇനി നമ്മൾ ഡ്രാമാസ് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു പ്ലേ റൈറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഡ്രാമ റൈറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ UPSC ചോദിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഡ്രാമാസിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് UPSC ചോദിച്ചിട്ടുണ്ട്. സോ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്ത് ഡ്രാമ എന്ന് പറയുന്നത്. സോ ഇനി കാളിദാസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് നോക്കുവാണെങ്കിൽ 3 സർവൈവിംഗ് പ്ലേസ് ഓഫ് കാളിദാസ് എന്താണ് സെലിബ്രേറ്റഡ് പ്ലേ റൈറ്റ്സ് ആണ്, പ്ലേസ് ആണ്. ഏതൊക്കെയാണ് മാളവിക അഗ്നിമിത്രം, അത് എന്താണ് അതിൽ പറയുന്നത് നറേറ്റ്സ് ലവ് സ്റ്റോറി ഓഫ് കിങ് അഗ്നിമിത്ര ആൻഡ് മാളവിക. അതുപോലെ രണ്ടാമത്തത് വിക്രം ഊർവശിയുമാണ്, ടെൽസ് ദ സ്റ്റോറി ഓഫ് ലവ് ബിറ്റ്വീൻ പുരൗരാസ് ആൻഡ് ഊർവശി. അതുപോലെ തന്നെ അഭിജ്ഞാന ശാകുന്തളം ഓഫൻ കൺസിഡേർഡ് കാളിദാസാസ് മാസ്റ്റർ പീസ്, നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതലേ കേട്ടുകേൾവിയുള്ളതാണ് എന്ത് അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത്. ഈ അഭിജ്ഞാന ശാകുന്തളം എഴുതിയതാരാണ് കാളിദാസനാണ്. കാളിദാസന്റെ ഏറ്റവും മേജർ വർക്കായിട്ട് കാളിദാസന്റെ വർക്കുകളിലെ മാസ്റ്റർ പീസ് ആയിട്ട് പറയുന്ന വർക്കാണ് ഇത് ഈ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ ഏർലിയസ്റ്റ് നോൺ സർവൈവിംഗ് ഡ്രാമാസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രാഗ്മെന്റ്സ് ബൈ അശ്വഘോഷയുടെ ബുദ്ധചരിതം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അശ്വഘോഷയുടെ മറ്റൊരു വർക്കാണ് എന്ത് സൗദരാനന്ദ. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് കംപ്ലീറ്റ് പ്ലേസ് ആട്രിബ്യൂട്ടഡ് ടു ആരാണ് ഭാസയാണ്. ഭാസയെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. ഏതാണ് മാധ്യമ വ്യായോഗിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരുന്നു. ഭാസയുടെ പ്രധാനപ്പെട്ട മറ്റു വർക്കുകൾ ഏതൊക്കെയാണ് പ്രതിജ്ഞായ ഗാന്ധർനായ, അതുപോലെ തന്നെ സ്വപ്നവാസവദത്ത, പിന്നെ മാധ്യമ വ്യായോഗ. ഈ 3 വർക്കുകളാണ് ആര് ആട്രിബ്യൂട്ടഡ് ടു ഭാസ വരുന്നത്. അതുപോലെ തന്നെ അതർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഡ്രാമാറ്റിസ്റ്റ് ഇൻക്ലൂഡ് ആരൊക്കെയാണ് കുറെ ഡ്രാമാറ്റിസ്റ്റുകളെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹഷ്ടിമല്ല, ക്ഷേമേശ്വര, ഇവരൊക്കെ എന്താണെന്ന് മുമ്പ് UPSC ചോദിച്ചിട്ടുണ്ട്. സോ കുറച്ച് പ്രധാനപ്പെട്ട ഡ്രാമാറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ പ്ലേ റൈറ്റ്സുകൾ നമുക്ക് നോക്കി വെക്കാം. ആരൊക്കെയാണ് ശൂദ്രക, വിശാഖദത്ത, ഭാവഭൂതി, ഹഷ്ടിമല്ല, ക്ഷേമേശ്വര. ഇത്രയും പ്ലേ റൈറ്റ്സിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ ഒരു ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സാൻസ്ക്രിറ്റ് പ്രോസ് ലിറ്ററേച്ചർ. അതായത് നമ്മൾ പദ്യം പോലെ ഗദ്യം എന്ന് പറയും, ഗദ്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോസ് എന്ന് പറയുന്നത്. ദ ബ്രാഹ്മണാസ് കണ്ടെയ്ൻ ദ ഏർലിയസ്റ്റ് സർവൈവിംഗ് പ്രോസ് സ്റ്റോറീസ്. നമ്മൾ പ്രോസ് സ്റ്റോറീസിന്റെ ഒക്കെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ബ്രാഹ്മണാസിലാണ് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഈ പ്രോസ് സ്റ്റോറീസ് കാണാൻ പറ്റുന്നത്. ഫോളോഡ് ബൈ പാലി ജാതകാസ്. നമ്മൾ പാലി ലാംഗ്വേജിലുള്ള ജാതക സ്റ്റോറീസ് എടുക്കുകയാണെങ്കിൽ അതും എന്താണ് പ്രോസ് വേർഷനിലാണുള്ളത്. ഇനി ഡെൻഡിൻസ് ദശകുമാര ചരിത, ഡെൻഡിൻ എന്ന് പറഞ്ഞ ഓതറിന്റെ ദശകുമാര ചരിത ടെയിൽസ് ഓഫ് 10 പ്രിൻസസ് ഈസ് എ നോട്ടബിൾ കളക്ഷൻ ഓഫ് സിമ്പിൾ നറേഷൻസ്. അതായത് പ്രോസ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഡെൻഡിന്റെ ദശകുമാര ചരിത. ഇനി എന്താണ് സുബന്ധു പെൻഡ്, സുബന്ധു എന്ന് പറഞ്ഞ റൈറ്റർ എഴുതിയ ബുക്കാണ് ഏത് വാസവദത്ത, എ സ്റ്റോറി ഡീറ്റെയിലിംഗ് ദ റൊമാൻസ് ബിറ്റ്വീൻ വാസവദത്ത ആൻഡ് പ്രിൻസ് കണ്ടർബകേതു. ഇനി പ്രോസ് റൊമാൻസസ് ആൻഡ് സ്റ്റോറീസ് ഈസ് മിക്സഡ് പ്രോസ് ആൻഡ് വേഴ്സസ് വി ആർ നോൺ ആസ് ചമ്പു റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. പ്രോസ് റൊമാൻസസും സ്റ്റോറീസും അത് രണ്ടും എന്താണ് മിക്സഡ് പ്രോസ് ആയിട്ട് വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചമ്പു റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് എന്ത് പഞ്ചതന്ത്ര, 5 ട്രീറ്റേസസ്. അതായത് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഇത് പഞ്ചതന്ത്ര, സെർവിങ് ആസ് എ മാനുവൽ ഓൺ നീതി. അതായത് കണ്ടക്റ്റിനെ കുറിച്ച് നമ്മൾ മോറൽ സയൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ബുക്കാണ് ഇത് പഞ്ചതന്ത്ര. പഞ്ചതന്ത്ര കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കുറെ അധികം മോറൽ സ്റ്റോറീസ് പഠിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പഞ്ചതന്ത്ര എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ എന്താണ് നീതി കണ്ടക്ട് ഫോർ എന്താണ് കണ്ടക്ട് സ്റ്റോറീസ് ഫോർ കിങ്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ ഇറ്റ് ഫീച്ചേഴ്സ് മോസ്റ്റ്ലി പ്രോ സ്റ്റോറീസ് ഇന്റർസ്പ്രെഡ് വിത്ത് നോമിക് വേഴ്സസ് ആൻഡ് എക്സിസ്റ്റിംഗ് സെവറൽ വേർഷൻ. പല വേർഷൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു പഞ്ചതന്ത്രം കഥകളെ നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ടതാണ് എന്ത് ജെയിൻ ലിറ്ററേച്ചർ. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ജെയിൻ ലിറ്ററേച്ചറും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിലേക്കുമാണ്. ജെയിൻ ലിറ്ററേച്ചർ നമുക്ക് പോകാം. ജെയിൻ ലിറ്ററേച്ചർ നോക്കുവാണെങ്കിൽ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ പോലെ അത്ര ഓർഗനൈസ്ഡ് അല്ല ജെയിൻ ലിറ്ററേച്ചർ. ഓക്കെ, അൺഓർഗനൈസ്ഡ് ആണ്. ഓക്കെ, നോട്ട് ആസ് ഓർഗനൈസ്ഡ് ആസ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി റിട്ടേൺ ഇൻ പ്രാകൃത ലാംഗ്വേജ്.
ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ മെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക. പ്രാകൃത് ലാംഗ്വേജ് ആണ്. ഡിവൈഡഡ് ഇൻറ്റു 2 കാറ്റഗറീസ്, 2 കാറ്റഗറീസ് ആയിട്ട് ഈ ഒരു ജെയിൻ ലിറ്ററേച്ചർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തതാണ് ഇത് കാനോണിക്കൽ ലിറ്ററേച്ചർ, രണ്ടാമത്തത് നോൺ കാനോണിക്കൽ ലിറ്ററേച്ചർ. കാനോണിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓതന്റിക് ആയിരിക്കും. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാനോണിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നോൺ കാനോണിക്കൽ മീൻസ് എന്താണ്? സെക്യുലർ ആയിട്ടുള്ള ഡിസ്പ്യൂട്ടഡ് ഓതന്റിസിറ്റി ഉള്ള ബുക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ കാനോണിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനി 2 തരത്തിൽ, അതായത് നമുക്ക് ജെയിൻ ലിറ്ററേച്ചർ നമുക്ക് മറ്റ് പലതരത്തിൽ നമുക്ക് തിരിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് അഗമാസ്. അഗമാസ് എന്താണ്? ദേ ആർ ദ സേക്രഡ് ടെക്സ്റ്റ് and are said to be the teachings of Jain Tirthankaras. Jain Tirthankarasന്റെ ടീച്ചിങ്സ് ഡയറക്റ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ അഗമാസിൽ. കമ്പൈൽഡ് ബൈ ഗാന്ധാരാസ് അല്ലെങ്കിൽ ഗണധാരാസ് എന്നും പറയാറുണ്ട്. ഹു വിയർ ഇമ്മീഡിയറ്റ് ഡിസിപ്പിൾസ് ഓഫ് മഹാവീര. മഹാവീരയുടെ ഇമ്മീഡിയറ്റ് ഡിസിപ്പിൾസ് ആയിട്ടുള്ള ഈ ഗണധാരാസ് ആണ് എന്ത് ചെയ്തത്? ഈ ഒരു ബുക്സ് അല്ലെങ്കിൽ അഗമാസ് കമ്പൈൽ ചെയ്തത്. അഗമാസിനെ നമുക്ക് 6 ആയിട്ട് തിരിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ്? 12 അങ്കാസ്, 12 ഉപാങ്കാസ്, 10 പ്രകീർണകാസ്, അതുപോലെ തന്നെ 4 മൂലസൂത്രാസ്, 6 ചേട സൂത്രാസ്, 2 ശുലിക സൂത്രാസ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു അഗമ ലിറ്ററേച്ചറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. നോൺ കാനോണിക്കൽ ലിറ്ററേച്ചർ നോക്കുവാണെങ്കിൽ ഹേമചന്ദ്ര സൂരി കമ്പോസ്റ്റ് പ്രാകൃത് ആൻഡ് സാൻസ്ക്രിറ്റ് ഗ്രാമേഴ്സ്, അതുപോലെ തന്നെ ജിനസേന റോട്ട് മഹാപുരാണ ആൻഡ് ഹരിവംശ പുരാണ, ദ 3 ജെംസ് ഓഫ് കന്നഡ ലിറ്ററേച്ചർ പമ്പ, പൊന്ന, റന്ന. ഫേമസ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ജൈനിസം ആണ്. ഇവരെന്താണ്? ഇവര് നമ്മുടെ ചമ്പ, നമ്മൾ നേരത്തെ പറഞ്ഞ ചമ്പ എന്നുള്ള ആ ഒരു സ്റ്റൈൽ ഇവര് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന പമ്പ, പൊന്ന ആൻഡ് റന്ന. ഇനി ഈ ഒരു ജെയിൻ ലിറ്ററേച്ചറിലെ മറ്റ് നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ഒന്ന് ആചാര്യ ഭദ്രബാഹുവിന്റെ കൽപ്പസൂത്ര. ഇറ്റ് കണ്ടെയ്ൻസ് ബയോഗ്രഫീസ് ഓഫ് ദ ജെയിൻ തീർത്ഥങ്കരാസ്. ജെയിൻ തീർത്ഥങ്കരാസിന്റെ ബയോഗ്രഫീസിനെ കുറിച്ച് ആചാര്യ ഭദ്രബാഹു എഴുതിയതാണ് ഇത് കൽപ്പസൂത്ര എന്ന് പറയുന്നത്. നോട്ടബിളി ആരൊക്കെയാണ്? പാർശ്വനാഥ ആൻഡ് മഹാവീര. അതർ വർക്ക്സ് ഏതൊക്കെയാണ്? അതായത് ഭദ്രബാഹുവിന്റെ അതർ വർക്ക്സ് ആണ് ചേടസൂത്രാസ്, ഭദ്രബാഹു സംഹിത ആൻഡ് വസുദേവ ചരിത. ഇനി അടുത്ത ആരാണ്? അടുത്തതാരാണ്? ആചാര്യ ജിനരത്നയാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഏത്? ലീലാവതി സാര. It tells the stories of the lives of a group of souls as they pass through a series of embodiments on their way to final liberation. ഫൈനൽ ലിബറേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള റൈറ്റിംഗ്സ് അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു ഈ ഒരു ലീലാവതി സാരയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആരാണ്? ആചാര്യ കുന്ദകുന്ദ. പ്രാകൃത ടെക്സ്റ്റുകളായിരുന്നു. പ്രാകൃത ടെക്സ്റ്റ് ഏതൊക്കെയായിരുന്നു? സമസ്യ സാര എക്സ്പോൺസ് ദ ജെയിൻ കൺസെപ്റ്റ്സ് ലൈക്ക് കർമ്മ, അസ്രവ, ബന്ധ ആൻഡ് മോക്ഷ. അടുത്ത എന്തായിരുന്നു? നിയമസാരയാണ്. എക്സ്പോൺസ് ഓൺ ദ പാത്ത് ടു ലിബറേഷൻ, അതായത് ലിബറേഷൻ പാത്തിനെ കുറിച്ച് പറയുന്ന ബുക്കാണ് നിയമസാര. ജെയിൻ കൺസെപ്റ്റുകളെ കുറിച്ച് പറയുന്ന ബുക്കാണ് ഇത് സമയ സാര. അടുത്ത എന്താണ്? പ്രവചനസാര. ഡീൽസ് വിത്ത് കറക്റ്റ് അസെറ്റിക് ആൻഡ് സ്പിരിച്വൽ ബിഹേവിയർ ബേസ്ഡ് ഓൺ ഹിസ് ഡ്യുവലിസം. ഡ്യുവലിസവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കറക്റ്റ് അസെറ്റിക്കും സ്പിരിച്വൽ ബിഹേവിയർ എന്താണ് അതിനെക്കുറിച്ച് പറയുന്ന ബുക്കാണ് ഇത് പ്രവചന സാര. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ഓതറാണ് ആര്? സാമന്ത ഭദ്രസ്വാമി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് രത്നാകരാന്ത ശ്രാവകാചാര്യ ഇൻ സാൻസ്ക്രിറ്റ് ആണ് അദ്ദേഹം ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഓതറാണ് ആര്? പൂജ്യപാത. അദ്ദേഹത്തിന്റെ ബുക്കാണ് സർവസ്ത സിദ്ധീൻ. അത് സാൻസ്ക്രിറ്റ് ആണ് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഓതറാണ് ജീനസേനയുടെ ത്രിശാസ്തി ലക്ഷണ മഹാപുരാണ കമ്പോസ്റ്റ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് അമോഘവർഷ. ഇനി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ആദിപുരാണ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്, ജിനസേന ഇൻ സാൻസ്ക്രിറ്റ്. സെക്കൻഡ് പാർട്ട് ഉത്തര പുരാണ എന്ന് പറഞ്ഞിട്ട് ആരാണ് എഴുതിയത്? ഗുണഭദ്രയാണ് എഴുതിയത്. എന്താണ്? അപഭ്രംശ. അപഭ്രംശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ലാംഗ്വേജിന്റെ ഒരു രൂപമാണ് അപഭ്രംശ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ജെയിൻ ലിറ്ററേച്ചർ എന്നാണ് അൺഓർഗനൈസ്ഡ് ആണ്. പക്ഷേ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ഓർഗനൈസ്ഡ് ലിറ്ററേച്ചർ ആണ്. അത് നമുക്ക് 2 ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാണ് കാനോണിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് തിരിക്കാൻ പറ്റും. നോൺ കാനോണിക്കൽ അല്ലെങ്കിൽ സെക്യുലർ ലിറ്ററേച്ചർ ആയിട്ടും പറയാൻ പറ്റും. കാനോണിക്കൽ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും സുത്തപീഠക, വിനയപീഠക ആൻഡ് അഭിധമ്മ പീഠക. സുത്തപീഠക എന്താണ്? ടീച്ചിങ്സ്, ഡയലോഗ്സ് ആൻഡ് സ്പീച്ചസ് ഓഫ് ബുദ്ധ. വിനയപീഠക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ബി ഫോളോഡ് ബൈ മോങ്സ്, ബുദ്ധിസ്റ്റ് മോങ്സ്. അതുപോലെ തന്നെ അഭിധമ്മ പീഠക എന്താണ്? ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ഓൺ ബുദ്ധാസ് ടീച്ചിങ്സ്. ബുദ്ധന്റെ ടീച്ചിങ്സ് അനുസരിച്ചിട്ടുള്ള അതിൻ്റെ അകത്തുള്ള ഫിലോസഫിന്റെ ഒരു എലാബറേഷൻ ആണ് ഇവിടെ വരുന്നത് അഭിധമ്മ പീഠകയിൽ വരുന്നത്. കവറിംഗ് ടോപ്പിക്സ് ലൈക്ക് എത്തിക്സ്, തിയറി ഓഫ് നോളജ്, സൈക്കോളജി എക്സെട്ര. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്, അഭിധമ്മ പീഠകയിൽ പറയുന്നുണ്ട്. ഇനി നോൺ കാനോണിക്കൽ ലിറ്ററേച്ചർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്ന ജാതക സ്റ്റോറീസ് ആണ്. കമ്പൈലേഷൻ ഓഫ് ദ സ്റ്റോറീസ് ഫ്രം ദ പ്രീവിയസ് ബർത്ത്സ് ഓഫ് ബുദ്ധ. ബുദ്ധന്റെ പ്രീവിയസ് ബർത്ത്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറീസ് ആണ് ഇവിടെ വരുന്നത് ജാതക സ്റ്റോറീസിൽ വരുന്നത്. അടുത്ത എന്താണ്? ദീപവംശ ആൻഡ് മഹാവംശ.
ബുദ്ധിസ്റ്റ് ക്രോണിക്കിൾസ് ആണ്. ടോക്കിംഗ് അബൌട്ട് വിസിറ്റ് ഓഫ് ബുദ്ധ ടു ശ്രീലങ്ക, ശ്രീലങ്കയുടെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട്, ശ്രീലങ്കയെ കുറിച്ചിട്ടൊക്കെ എവിടെ പറയുന്നുണ്ട്? ഈ ദീപവംശയിലും അതുപോലെ തന്നെ മഹാവംശയിലും പറയുന്നുണ്ട്. ഓക്കെ, മഹാവംശ ഡിസ്കസ് അബൌട്ട് അശോകാസ് കില്ലിംഗ് ഓഫ് ഹിസ് 99 ബ്രദേഴ്സ് ടു കം ടു ത്രോൺ. അശോകൻ എന്ത് ചെയ്യുന്നുണ്ട്? ത്രോണിലേക്ക് വരുന്ന, അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ 99 ബ്രദേഴ്സിനെ കൊല്ലുന്നുണ്ട്. അതിനെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? മഹാവംശയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഇത്, മിലിന്ദ പാനോ, ഡയലോഗ് ബിറ്റ്വീൻ ഗ്രീക്ക് കിങ് മെനാൻഡർ ആൻഡ് സെയിന്റ് നാഗസേന. ബുദ്ധിസ്റ്റ് സെയിന്റ് ആയിട്ടുള്ള നാഗസേനയും അതുപോലെ തന്നെ ഗ്രീക്ക് കിങ് ആയിട്ടുള്ള മെനാൻഡറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, മിലിന്ദ പന്നോയില് പറയുന്നത്. ഓക്കെ, ഇനി ബുദ്ധചരിത ബൈ അശോക് ഘോഷ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി വിശുദ്ധി മാർഗ് ബൈ ബുദ്ധഘോഷ വുഡ് ബി എ ട്രീറ്റേസ് ഓൺ തേരാവാദ ബുദ്ധിസം. തേരാവാദ ബുദ്ധിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റേസ് ആണ് ഇത്, ഈ വിശുദ്ധി മാർഗ ബൈ ബുദ്ധഘോഷ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ലളിത വിസ്താര സൂത്ര റിലേറ്റഡ് ടു മഹായാന ബുദ്ധിസം ആണ്. കണ്ടെയ്ൻ സ്റ്റോറീസ് അബൌട്ട് ലൈഫ് ഓഫ് ബുദ്ധ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇത്, സംഘം ലിറ്ററേച്ചർ. സംഘം ലിറ്ററേച്ചർ, സംഘംസ് എന്ന് പറയുന്ന ലിറ്റററി സ്കൂൾസ് ഇൻ മധുരയാണ്. 3 സംഘങ്ങളുണ്ട് പ്രധാനമായിട്ടും. ഫസ്റ്റ് സംഘം എന്താണ്? അറ്റൻഡഡ് ബൈ ഗോഡ്സ് ആൻഡ് ലെജൻഡറി സേജസ്. ഇറ്റ് is said that all works are lost. നമുക്ക് എന്താണ്? ആർക്കിയോളജിക്കൽ എവിഡൻസസോ അല്ലെങ്കിൽ അതിന്റെ റിമൈനിങ് എവിഡൻസ് ആയിട്ടുള്ള വർക്ക്സ് ഒന്നും അവൈലബിൾ അല്ല. ഇതെന്താണ്? അറ്റൻഡഡ് ബൈ ഗോഡ്സ് ആൻഡ് ലെജൻഡറി സേജസ് എന്നാണ് പറയപ്പെടുന്നത്. സെക്കൻഡ് സംഘമുണ്ട്, ഒള്ളി ദ തമിഴ് ഗ്രാമർ വർക്ക്, തൊൽക്കാപ്യം. തൊൽക്കാപ്യം എന്ന് പറഞ്ഞാൽ തമിഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമറ്റിക്കൽ വർക്ക് ഉണ്ട്. ആ ഒരു വർക്ക് മാത്രമാണ് ഈ സെക്കൻഡ് സംഘത്തിലെ സർവൈവിംഗ് ലിറ്ററേച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തേർഡ് സംഘം എന്താണ്? പ്രൊഡ്യൂസ്ഡ് ദ 8 ആന്തോളജീസ് അല്ലെങ്കിൽ 8 തുകൈ എന്ന് പറയും. 8 തുകൈ സിഗ്നിഫിക്കന്റ് ഏൻഷ്യൻ തമിഴ് ലിറ്ററേച്ചർ ആൻഡ് ഡേറ്റിംഗ് ദീസ് വർക്ക്സ് ഈസ് കോംപ്ലക്സ്. അതായത് കുറെ അധികം വർക്ക്സുകൾ ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് എന്താണ്? ഈ 8 തുകയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. 8 ആന്തോളജീസിന്റെ ഒരു ഗ്രൂപ്പിംഗ് ആണ് ഈ 8 തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിവിഷൻ ഓഫ് തമിഴ് പോയിട്രി നോക്കുവാണെങ്കിൽ ഇന്റേണൽ ലിറ്ററേച്ചർ ഉണ്ട്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് അകം. ഫോക്കസസ് ഓൺ ലവ് തീംസ് ആണ്. എക്സ്റ്റേണൽ ലിറ്ററേച്ചർ പുറം എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് സെന്റേഴ്സ് ഓൺ പ്രൈസ് ഓഫ് കിങ്സ്. കിങ്സിനെയൊക്കെ വാഴ്ത്തിപ്പാടുന്ന ടൈപ്പ് ഓഫ് ലിറ്ററേച്ചറിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പുറം എന്ന് പറയുന്നത്. സ്റ്റോറീസ് ബേസ്ഡ് ഓൺ ലവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അകം ലിറ്ററേച്ചർ എന്നും പറയുന്നത്. ഇനി ഈ ഒരു സംഘം ലിറ്ററേച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കുറച്ച് വർക്കുകളും കൂടി നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് 18 മൈനർ വർക്ക്സ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? 11 കീഴ്ക്കണക്ക്. ലാർജ്ലി അഫോസ്റ്റിക് ആൻഡ് മോറലിസ്റ്റിക് ലിറ്ററേച്ചർ ദാറ്റ് ഇൻക്ലൂഡ്സ് ഫേമസ് വർക്ക്സ് ലൈക്ക് തിരുക്കുറൽ ആൻഡ് നല്ലടിയാർ. തിരുക്കുറലും നല്ലടിയാർ ഒക്കെ എന്തിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്? ഈ 11 കീഴ്ക്കണക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി നോട്ടബിൾ ആയിട്ടുള്ള തമിഴ് എപ്പിക്സ് പറയുവാണെങ്കിൽ ദ ജുവൽഡ് ആങ്ക്ലഡ് അല്ലെങ്കിൽ എന്താണ്? ശിലപ്പതികാരം, റിയലിസ്റ്റിക് ആൻഡ് ഡിഫറെന്റ് ഫോം ഓഫ് സാൻസ്ക്രിറ്റ് പോയട്രി ആണ്. അതുപോലെ തന്നെ മണിമേഖലൈ സീക്വൽ ടു ശിലപ്പതികാരം ടെൽസ് ദ സ്റ്റോറി ഓഫ് പ്രിൻസ് ഉദയകുമാരൻ ആൻഡ് മണിമേഖലൈ. അടുത്ത എന്താണ്? ജീവക ചിന്താമണിയാണ്. ഡിസ്ക്രൈബ്സ് ദ എക്സ്പ്ലോയിറ്റ്സ് ഓഫ് ഹീറോ ശിവക അല്ലെങ്കിൽ ജീവക, ഓതേർഡ് ബൈ ജൈന സ്കോളർ തിരുത്തക്കദേവർ, ഇൻഫ്ലുവൻസ്ഡ് ബൈ കോട്ട്ലി സാൻസ്ക്രിറ്റ്. കോട്ട്ലി സാൻസ്ക്രിറ്റിലാണ് എഴുതിയേക്കുന്നത്. തിരുത്തക്കദേവറാണ് ഈ ഒരു വർക്ക് എഴുതിയേക്കുന്നത്. വർക്കിന്റെ പേരാണ് എന്ത്? ജീവക ചിന്താമണി. ജീവക ചിന്താമണി സാൻസ്ക്രിറ്റ് വർക്കാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മൗര്യൻ ലിറ്ററേച്ചർ ആണ്. മൗര്യൻ ലിറ്ററേച്ചറിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് കൗടില്യയുടെ അർത്ഥശാസ്ത്രമാണ്. കൗടില്യയുടെ അർത്ഥശാസ്ത്രയാണ്. ഡീറ്റെയിൽഡ് വർക്ക് ഓൺ സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആണ്. അതായത് ഒരു സ്റ്റേറ്റ്മാൻ എങ്ങനെയായിരിക്കണം, ഒരു കിങ് എങ്ങനെയായിരിക്കണം, ഒരു പൊളിറ്റിക്കൽ ഹയറാർക്കി എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചിട്ടൊക്കെ എവിടെ പറയുന്നുണ്ട്? കൗടില്യയുടെ അർത്ഥശാസ്ത്രയിൽ പറയുന്നുണ്ട്. കൗടില്യാസ് വർക്ക് എന്താണ്? കൺസിസ്റ്റ് ഓഫ് 15 വോളിയംസ്. ഓരോ വോളിയത്തിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? അധികർണാസ് എന്നാണ്. 15 അധികർണാസ്. കൗടില്യ ക്ലിയർലി ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ ധർമ്മസ്ഥിയ അതായത് സിവിൽ ലോ ആൻഡ് കന്തക ശോധന പീനൽ ലോ, അതായത് ക്രിമിനൽ ലോയെ കുറിച്ചും സിവിൽ ലോയെ കുറിച്ചും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ് ചെയ്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൗടില്യ ഓൾസോ റോട്ട് ചാണക്യ ശതക. ചാണക്യ ശതക എന്ന് പറഞ്ഞ ബുക്കും ആരാണ് എഴുതിയത്? കൗടില്യൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി മൗര്യൻ ലിറ്ററേച്ചർ നമുക്ക് പറയാനുള്ള ആരെ കുറിച്ചിട്ടാണ്? ഭദ്രബാഹുവിനെ കുറിച്ചിട്ടാണ്. സ്പിരിച്വൽ ടീച്ചർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ സ്പിരിച്വൽ ടീച്ചർ ആരായിരുന്നു? ഭദ്രബാഹു ആയിരുന്നു. നമ്മൾ ജെയിൻ ലിറ്ററേച്ചർ പഠിച്ചപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വർക്ക്സ്? കൽപ്പസൂത്ര, ഭദ്രബാഹു സംഹിത ആൻഡ് വാസുദേവ ചരിത. ഈ 3 വർക്ക്സ് ആണ് ആരുടെ വർക്ക്സ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്? ഭദ്രബാഹുവിന്റെ വർക്ക്സ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ഇനി മൗര്യ കാലഘട്ടത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ട 1-2 വർക്ക്സ് നമ്മൾ നോക്കാം. ഏതൊക്കെയാണ്? ഇൻഡിക്ക ബൈ മെഗസ്തനീസ്. മെഗസ്തനീസ് എവിടെ നിന്നാണ്? ഗ്രീസിൽ നിന്ന്
നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ട്രാവലറാണ്. അദ്ദേഹത്തിന്റെ ഇന്ത്യയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ അഡ്മിനിസ്ട്രേഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു എവിടെ കൊടുത്തിരുന്നത്, ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക ബൈ മെഗസ്തനീസ്. അടുത്ത എന്താണ്, മുദ്രരാക്ഷസ ഓഫ് വിശാഖദത്ത, അതുപോലെ തന്നെ രാജതരംഗിണി ബൈ കൽഹണ. ഇനി മഹാഭ്യാസ ഓഫ് പതാഞ്ജലി, പതാഞ്ജലിയുടെ മഹാഭ്യാസ. ഇതൊക്കെ എന്താണ് ഈ ഒരു മൗര്യ കാലഘട്ടത്തിലെ മറ്റു പ്രധാനപ്പെട്ട വർക്ക്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുപ്ത കാലഘട്ടത്തിലെ ലിറ്ററേച്ചറാണ്. ഗുപ്ത ലിറ്ററേച്ചറിലെ കനോണിക്കൽ ലിറ്ററേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കനോണിക്കൽ ലിറ്ററേച്ചർ ഏതാണ്? വിഷ്ണു പുരാണ ആൻഡ് മത്സ്യപുരാണ ഓഫ് സെയ്ജ് വ്യാസ. അതാണ് ആ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കനോണിക്കൽ ലിറ്ററേച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ നോൺ കനോണിക്കൽ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ കുറേയധികം വർക്ക്സ് ഉണ്ട്. ലിറ്റററി വർക്ക്സും ഓതറും ബേസിസിൽ നമുക്ക് നോക്കാം. കാളിദാസന്റെ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു? അഭിജ്ഞാന ശാകുന്തളം, മേഘദൂതം, അതുപോലെ തന്നെ രഘുവംശം. ഇനി ഭാസയുടെ ഏതൊക്കെയാണുള്ളത്? മാധ്യമ വ്യായോഗ, അതുപോലെ തന്നെ ചാരുദത്ത. ഇനി പഞ്ചതന്ത്ര കഥകൾ ഉണ്ടായിരുന്നു. വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്ര കഥകളുടെ ഓതർ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഭൈരവിയുടെ കിരാത അർജുനീയാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറിക്കിടക്കുകയാണ്. ലിറ്റററി വർക്കും ഓതറും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ആയി പോയത്. നിങ്ങൾ അതൊന്ന് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത എന്താണ്? ബൃഹത് കഥാ ബൈ ഗുണാദ്യ, അതുപോലെ തന്നെ എന്താണ്? കഥാസരിത സാഗര ബൈ സോമദേവ. ഇതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നോൺ കനോണിക്കൽ ലിറ്ററേച്ചർ ആയിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഗുപ്ത കാലഘട്ടത്തിലെ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെക്സ്റ്റുകളുണ്ട് ഡ്യൂറിംഗ് ഗുപ്താസ്. അതാണ് ഈ ഗുപ്ത കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലിറ്ററേച്ചേഴ്സ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. എന്താണ്? ആര്യഭട്ടാസ്, ആര്യഭടീയ. സെമിനൽ വർക്ക് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി ആണ്. കവേഴ്സ് അരിത്തമെറ്റിക്, ആൾജിബ്ര ആൻഡ് സ്പെറിക്കൽ ട്രിഗ്നോമെട്രി ആൻഡ് ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ്സ് ഓഫ് സീറോ ആൻഡ് പ്ലേസ് വാല്യൂ. സീറോയെ കുറിച്ചും പ്ലേസ് വാല്യൂയെ കുറിച്ചിട്ടൊക്കെ എവിടെ പറയുന്നുണ്ട്? ആര്യഭട്ടന്റെ ആര്യഭടീയത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, മറ്റൊന്നാണ് ഇത് ബൃഹത് സംഹിത ബൈ വരാഹമിഹിര. കോംപ്രഹെൻസീവ് ട്രീറ്റീസ് ഓൺ ആസ്ട്രോളജി, നാച്ചുറൽ സയൻസസ് ആൻഡ് കോസ്മോളജി. ഇൻക്ലൂഡ്സ് ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് ഓൺ പ്ലാനറ്ററി മോഷൻസ്, എക്ലിപ്സസ്, വെതർ ഫോർകാസ്റ്റിംഗ്, ആർക്കിടെക്ചർ, റിഫ്ലക്ടിംഗ് ദ ബ്രെഡ്ത്ത് ഓഫ് നോളജ് ഇൻ ഗുപ്ത എറ സയന്റിഫിക് തോട്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് ഏതൊക്കെ? സൂര്യ സിദ്ധാന്ത, ഇമ്പോർട്ടന്റ് ആസ്ട്രോണമിക്കൽ ടെക്സ്റ്റ് ദാറ്റ് കാൽക്കുലേറ്റ്സ് സെലസ്റ്റിയൽ ഫിനോമിന. അതുപോലെ തന്നെ എന്താണ്? യുക്തി ദീപിക. കമന്ററി ഓൺ ആര്യഭട്ടാസ് വർക്കാണ്. ഫർദർ ഇലാബറേറ്റിംഗ് ഓൺ ആസ്ട്രോണമിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ്. ആര്യഭട്ടന്റെ ആര്യഭടീയത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമന്ററി ആണ് ഏത്? യുക്തി ദീപിക. അത് നിങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, ഇനി മിഡീവൽ ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം ഇത്രയും സമയം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ജെയിൻ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ നമ്മൾ നോക്കി, അതുപോലെ തന്നെ ജെയിൻ ലിറ്ററേച്ചർ നോക്കി, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ നോക്കി, മൗര്യ കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ നോക്കി, ഗുപ്ത കാലഘട്ടത്തിലെ ലിറ്ററേച്ചറും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത മിഡീവൽ ടൈംസിലേക്ക് പോവുകയാണ്. മിഡീവൽ ഇന്ത്യൻ ടൈമിലെ ലിറ്ററേച്ചർ ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മിഡീവൽ ഇന്ത്യൻ ലിറ്ററേച്ചർ നമ്മൾ ആക്ച്വലി എന്താണ്? നമ്മൾ ബുക്കും അതുപോലെ തന്നെ അതിന്റെ ഓതറും ഡൈനാസ്റ്റി അല്ലെങ്കിൽ കിങ് ആ ഒരു ബേസിസിലായിരിക്കും നമ്മൾ നോക്കി പോകുന്നത്. ഓക്കെ, അതിൽ നമ്മളിപ്പം ആക്ച്വലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഇനി നമുക്ക് ഡൽഹി സുൽത്താനേറ്റും മുഗൾ എംപയറിനെയും ക്ലാസ് വരുന്നുണ്ട്. ആ ക്ലാസ്സിന്റെ സമയത്ത് ഞാൻ കുറച്ചും കൂടി കാറ്റഗറൈസ് ചെയ്ത് ഓരോ ഡൈനാസ്റ്റിന്റെയും ബുക്സ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മിഡീവൽ ടൈംസിലെ എല്ലാ ബുക്സും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഏതൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഒന്ന് മട്ടവിലാസ പ്രഹസന, ഷോർട്ട് 1 ആക്ട് സാൻസ്ക്രിറ്റ് പ്ലേ ആണ്. ആരുടെ എഴുതിയ ഓതറാണ് ആര്? മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ്, പല്ലവാസിന്റെ ടൈമിലാണ്. ആക്ച്വലി പല്ലവ റൂളർ തന്നെയാണ് ആര്? മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയ ബുക്കാണ് ഇത് മട്ടവിലാസ പ്രഹസന. അതുപോലെ തന്നെ മറ്റൊരു ബുക്കാണ് ഇത് കാവ്യദർശ. മെയിൻറ്റൈൻഡ് ദാറ്റ് എ പോയംസ് ബ്യൂട്ടി ഡിപ്പെൻഡഡ് ഓൺ ഇറ്റ്സ് എംപ്ലോയ്മെന്റ് ഓഫ് റെട്ടോറിക്കൽ ഡിവൈസസ് ഓഫ് വിച്ച് ഹി റെക്കഗ്നൈസ് 36 വെറൈറ്റീസ് ഓഫ് റെട്ടോറിക്കൽ ഡിവൈസസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാവ്യദർശയില് ഓതർ ആരാണ്? ദണ്ഡിനാണ് ഓതർ. പല്ലവാസിന്റെ ടൈമിലാണ് ഈ ഒരു ബുക്ക് കമ്പൈൽ ചെയ്തത്. മറ്റൊന്നാണ് ഇത് കല്ലടം, എക്സ്പ്ലനേഷൻ ഓഫ് തിരുക്കോവയർ. എന്താണ്? റെപ്രസെന്റിംഗ് പാർട്ട് ഓഫ് ദ കനോണിക്കൽ ലിറ്ററേച്ചർ ഓഫ് തമിഴ് ശൈവിസം കമ്പോസ്ഡ് ബൈ സെയിന്റ് മാണിക്യ വാസകർ. ഇത് എഴുതിയ റൈറ്റർ ആരാണ്? കല്ലടയ്യാറാണ്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഇത് ആദിപുരാണ. നറേറ്റ്സ് ദ ബയോഗ്രഫി ഓഫ് ഋഷഭദേവ, ദ ഫസ്റ്റ് ജെയിൻ തീർത്ഥങ്കര. പമ്പയാണ് എഴുതി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? രാഷ്ട്രകൂടാസിന്റെ ടൈമിലാണ് ഇത് കമ്പൈൽ ചെയ്തത്. മറ്റൊന്നാണ് ഇത് പത്മാവത്. പത്മാവത് നമ്മൾ കേട്ടിട്ടുണ്ട്, മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പത്മാവത് മൂവി നമ്മൾ കണ്ടതാണ്. ഫിക്ഷിയസ് ടെയിൽ അബൌട്ട് ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജീസ് ലോങ്ങിങ് ഫോർ ദ ടൈറ്റിൽ ആർ പത്മാവതി ദ ക്യൂൻ ഓഫ് ചിറ്റൂർ. ചിറ്റൂരിലെ ക്യൂനായിട്ടുള്ള പത്മാവതിക്ക് വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജി ചെയ്തിരുന്നു, കുറെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് ഇത് പത്മാവ് എന്ന് പറയുന്നത്. ഓതർ ആരാണ്? മാലിക് മുഹമ്മദ് ജയ്സി. സുൽത്താനേറ്റ് പീരീഡിലാണ് ഈ ഒരു വർക്ക് കമ്പൈൽ ചെയ്യുന്നത്. അടുത്ത എന്താണ്? താരിഖ് ഇ ഫിറോസ് ഷാഹിയാണ്. റോട്ട് ദ നോവൽ ടൈറ്റിൽ താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, തുടക്ക കാലഘട്ടത്തിലെ കിങ്സ്, എങ്ങനെയാണ് ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ എവിടെ പറയുന്നുണ്ട്? താരിഖ് ഐ ഫിറോസ് ഷാഹിയിൽ പറയുന്നുണ്ട്. റൈറ്റർ ആരാണ്?
ആരാണ്? സിയാവുദ്ദീൻ ബറാനിയാണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്താണ് ഈ ഒരു വർക്ക് കമ്പൈൽ ചെയ്യുന്നത്. അടുത്ത എന്താണ്? ബാബർനാമയാണ്. ബാബർനാമ എന്താണ്? ഒരു കളക്ഷൻ ഓഫ് മെമ്മോറീസ് ആണ്. എന്ത് ചെയ്യുന്നത്? ബാബർ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ട് എഴുതിയ ബുക്കാണ് ബാബർനാമ എന്ന് പറയുന്നത്. റിട്ടേൺ ഇൻ ചഗ്തായി ലാംഗ്വേജ്. ആക്ച്വലി ഇവരെന്താണ്? ചഗ്തായി ട്രൈബ്സ് അല്ലെങ്കിൽ ചഗ്തായി തുർക്സ് എന്നാണ് പറയുന്നത്. ചഗ്തായി ലാംഗ്വേജിലാണ് ആര് എഴുതിയത്? ബാബർ ഈ ഒരു വർക്ക് കമ്പൈൽ ചെയ്തത്. തിമൂരിഡ്സിന്റെ ഡയറക്റ്റ് ആയിട്ടാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഈ ഒരു ചഗ്തായി പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഓതർ ആരാണ് നമ്മൾ പറഞ്ഞത്? മുഗൾ എംപയറിന്റെ സ്ഥാപകനായിട്ടുള്ള ബാബറാണ് ബാബർനാമ എഴുതിയത് ചഗ്തായി ലാംഗ്വേജിൽ. ഡൈനാസ്റ്റി ഏതാണ്? മുഗൾ ഡൈനാസ്റ്റിയാണ്. അടുത്ത എന്താണ്? ഹുമയൂൺ നാമയാണ്. വർക്ക് ദാറ്റ് ഡീറ്റെയിൽസ് ഹുമയൂൺസ് ലൈഫ് ആൻഡ് അസെന്റ് ടു ദ ത്രോൺ. ഗുൽബദുൻ ബീഗമാണ് ഈ ഒരു വർക്ക് കമ്പൈൽ ചെയ്യുന്നത്. മുഗൾസിന്റെ കാലഘട്ടത്തിലാണ്. മറ്റൊന്നാണ് ഇത് ഐനൈ അക്ബരി, കമ്പോസ്ഡ് ഇൻ പേർഷ്യൻ ബൈ അബുൽ ഫസൽ. ഇറ്റ് എന്താണ്? ഫോക്കസസ് ഓൺ റെയിൻ ഓഫ് മുഗൾ എംപറർ അക്ബർ. അക്ബറിന്റെ റെയിന്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, അക്ബറിന്റെ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ, ഇതൊക്കെ എവിടെ പറയുന്നുണ്ട്? ഐനൈ അക്ബരിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാദ്ഷാ നാമ, ഒഫീഷ്യൽ വിഷ്വൽ ഹിസ്റ്ററി ഓഫ് ഷാജഹാൻസ് ആണ്. ഷാജഹാന്റെ ഭരണകാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇത് പാദ്ഷാ നാമ എന്ന് പറയുന്നത്. ക്രോണിക്കിൾ ഓഫ് ദ എംപറർ എന്നാണ് ഈ ഒരു വാക്കിന്റെ അല്ലെങ്കിൽ പാദ്ഷാ നാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ വരുന്നത്. എഴുതിയ ഓദർ ആരാണ്? അബ്ദുൽ ഹമീദ് ലാഹോരിയാണ്. ഷാജഹാന്റെ കാലഘട്ടത്തിലായിരുന്നു, മുഗൾസിന്റെ കാലഘട്ടത്തിലായിരുന്നു. അടുത്ത എന്താണ്? റിഹ്ളയാണ്. റിഹ്ള എന്ന് പറഞ്ഞവർക്ക് ദ അഡ്വഞ്ചേഴ്സ് നമ്മൾ പറയാറുണ്ട്. ഇബിൻ ബത്തൂത്തയാണ് എഴുതിയത്. മൊറോക്കൻ ട്രാവലർ ആയിട്ടുള്ള ഇബിൻ ബത്തൂത്തയുടെ ബുക്കാണ് ഇത് റിഹ്ള എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ബുക്ക് കമ്പൈൽ ചെയ്യുന്നത്. അടുത്ത എന്താണ്? ആലംഗീർ നാമയാണ്. പ്രൊവൈഡ്സ് എ ഹിസ്റ്ററി ഓഫ് ദ ടൈംസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 10 years ഓഫ് മുഗൾ എംപറർ ഔറംഗസേബ്. ഔറംഗസേബ് ആക്ച്വലി എന്താണ്? റെയിനിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ടൈറ്റിൽ ആയിട്ട് സ്വീകരിക്കുന്ന പേരാണ് എന്ത്? ആലംഗീർ ഫസ്റ്റ് എന്നുള്ളത്. സോ അതുകൊണ്ടാണ് എന്ത് ഈ ബുക്കിന് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? ആലംഗീർ നാമ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഓദറിന്റെ പേരാണ് എന്ത്? മിർസ മുഹമ്മദ് ഖാസിം. എന്താണ്? മുഗൾസിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ബുക്ക് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. മറ്റൊന്നാണ് ഇത് ഷാനാമ. ഷാനാമ ഓൾസോ നോൺ as the Book of Kings is an epic poem with over 60,000 couplets that was written in 1010. 1010 AD യിലാണ്. ഓദറിന്റെ പേരെന്താണ്? അബു അൽ ഖാസിം ഫിർദൗസിയാണ്. അടുത്തെന്താണ്? രാമചരിതമാനസ്. രാമ ഈസ് പോർട്രേഡ് ആസ് ലോർഡ് വിഷ്ണുസ് അവതാർ ഓർ ഇൻകാർനേഷൻ. ആരാണ്? തുളസീദാസ് ആണ് കമ്പൈൽ ചെയ്തത്. മിഡീവൽ ഇന്ത്യൻ ടൈംസിലായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ബുക്കാണ് കിതാബുൽ ഹിന്ദ് അല്ലെങ്കിൽ തഹ്കീഖ് ഹിന്ദ് എന്നൊക്കെ നമ്മൾ പറയും. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ആഫ്റ്റർ വിസിറ്റിംഗ് ഇന്ത്യ ആൻഡ് ലേണിംഗ് അബൌട്ട് ദ ഇന്ത്യൻ കൾച്ചർ അൽ ബിറൂനിയാണ് ഈ ഒരു ബുക്ക് എഴുതിയത്. മഹ്മൂദ് ഓഫ് ഗസ്നി ഇന്ത്യയിലേക്ക് അറ്റാക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും മഹ്മൂദ് ഓഫ് ഗസ്നിയുടെ കൂടെ ഇന്ത്യയിലേക്ക് വന്ന ഒരു റൈറ്ററാണ് ആര്? അൽ ബിറൂനി എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി അടുത്തയാണെന്ത്? അമുക്ത മാല്യത. ടെൽസ് ദ ടെയിൽ ഓഫ് ദ മാരേജ് ഓഫ് ഗോദാദേവി ഓൾസോ നോൺ as ആണ്ടാൾ, എ തമിഴ് പോയറ്റ് ആൻഡ് ദ ഡോട്ടർ ഓഫ് പെരിയാൾവർ ആൻഡ് ദ ഹിന്ദു ഡീറ്റി രംഗനായക ആൻഡ് അവതാർ ഓഫ് വിഷ്ണു. എഴുതിയതാരാണ്? കൃഷ്ണദേവരായയാണ്. നമുക്കറിയാം വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എംപറർ ആയിട്ടുള്ള കൃഷ്ണദേവരായ. തുളുവ ഡൈനാസ്റ്റിയാണ് അദ്ദേഹത്തിന്റെ സ്പെസിഫിക് ഡൈനാസ്റ്റി ആയിട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മനുചരിതം ആൻഡ് ഹരികഥ സാരം അല്ലസാനി പെഡ്ഡണ്ണയാണ്. തുളുവ ഡൈനാസ്റ്റിയുടെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? ഈ വർക്ക്സ് കമ്പൈൽ ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് തബാഖത്ത് ഐ നാസിരി, റീകൗണ്ട്സ് ദ ഹിസ്റ്ററി ഓഫ് ദ ഇസ്ലാമിക് വേൾഡ് ഫ്രം ദ ടൈം ഓഫ് ആദം. ആദം ഹവ്വയുടെ കാലം മുതൽ ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയുടെ എൻഡ് വരെ, ഡൽഹി സുൽത്താനേറ്റിലെ സ്ലേവ് ഡൈനാസ്റ്റിയുടെ എൻഡ് വരെയാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്? തബാഖത്ത് ഐ നസിരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓദറിന്റെ പേരാണ് എന്ത്? മിൻഹാജ് ഐ സിറാജ്. സ്ലേവ് ഡൈനാസ്റ്റിയുടെ ടൈമിലാണ് ഈ ഒരു ബുക്ക് കമ്പൈൽ ചെയ്തത്. മറ്റൊന്നാണ് ഇത് തുഗ്ലക് നാമ. ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് ഓഫ് സുൽത്താൻ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. നമ്മൾ ബുദ്ധിമാനായ മണ്ടൻ എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് ആണ് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച കാലഘട്ടത്തിൽ 1325 മുതൽ 1351 വരെ. അമീർ ഖുസ്രു ആണ് ഈ ബുക്ക് എന്ത് ചെയ്തേക്കുന്നത്? കമ്പൈൽ ചെയ്തിരിക്കുന്നത് തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ടൈമിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ബുക്കാണ് രാജതരംഗിണി. മെട്രിക്കൽ, മിത്തിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് ഓഫ് ദ റൂളേഴ്സ് ഓഫ് കാശ്മീർ ആണ് ഫൗണ്ട് ഇൻ രാജതരംഗിണി. റിവർ ഓഫ് കിങ്സ് എന്നാണ് പറയുന്നത് രാജതരംഗിണിക്ക്. കൽഹണയാണ് ഇതിന്റെ ഓദറായിട്ട് നമ്മൾ പറയുന്നത്. ഇത്രയും ലിറ്റററി വർക്ക്സ് ആണ് നമുക്ക് ആക്ച്വലി ഈ ഒരു UPSC പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏൻഷ്യന്റ് ഇന്ത്യ മുതൽ ഇങ്ങോട്ടേക്ക് മിഡീവൽ ഇന്ത്യ വരെ വളരെ പ്രധാനപ്പെട്ട കുറെ അധികം ലിറ്റററി വർക്ക്സും അതുപോലെ തന്നെ അതിന്റെ ഓതേഴ്സിനെയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് UPSCക്ക് ഈ ഒരു എക്സാമിൽ 2025 പ്രിലിംസിന് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ്. ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു തീം ബേസ്ഡ് ഹിസ്റ്ററി അനാലിസിസ് അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി മറ്റൊരു ദിവസം കാണാം. ഗുഡ് ബൈ.